ശാരികേ, നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരു സ്ത്രീയുടെ ഭംഗി, സൗന്ദര്യം ഏറ്റവും കൂടുതൽ, സൗന്ദര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രധാനമായ ഘടകമായി വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ നാടൊരു പ്രത്യേക നാടാണല്ലോ. സ്ത്രീകൾക്ക് മുട്ടറ്റം വരുന്ന മുടി വേണം, കാക്കൂന്തൽ, അത് നല്ല കറുകറുത്ത മുടി വേണം, പിന്നെ സാരി ഉടുക്കണം, ശാലീന സുന്ദരിയായിരിക്കും. ഇവൻ മോഡേൺ ജീൻസ് ഇട്ട പല പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. നല്ല അടിപൊളി ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് നല്ല നീട്ടി മുടി വളർത്തി അങ്ങ് പോകുന്നു. എനിക്ക് എന്ത് ബോധത്തിലാണ് ഇത് നടക്കുന്നത്? പക്ഷേ നറ്റം പോലും വെട്ടാനില്ലാതെ അങ്ങ് കാലം മുടി പോലെ കിട്ടിക്കുന്നത്. ഐ ജസ്റ്റ് ഹേറ്റ് ഹെയർ. എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ മുടി നിങ്ങൾ കണ്ടല്ലോ പ്രേക്ഷകരെ, ഇഷ്ടമല്ല. പക്ഷേ മുടി ഇപ്പം ശാരിക പറഞ്ഞു പോലെ മുടിയെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത, അല്ലെങ്കിൽ മുടി എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ തലമുടി, അതിന് വലിയൊരു പ്രാധാന്യമാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ജനിച്ച് എന്നാൽ മറ്റു വിദേശത്ത് വളർന്ന US സെറ്റിലായ ഒരു അതിസുന്ദരിയായ ഒരു ആളുടെ കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ വംശജയായ നിഹാർ. എന്ത് സത്യത്തിൽ ഞാനത് പരസ്യമെന്നാണ് പൗർണമി ഇന്നലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്. ആക്ച്വലി ഇത് എന്ത് റീലാണോ വാർത്തയാണെന്ന് ഞാൻ ഇന്നാണെന്ന് മനസ്സിലാക്കുന്നത്. അവരുടെ കല്യാണത്തിലേക്ക് അവർ സ്റ്റെപ്പിൻ ചെയ്തു വരുന്ന ഒരു പടമാണ് കാണിക്കുന്നത്. അതായത് നല്ല മനോഹരമായി മുടിയില്ലാത്ത ഫുൾ അവർ ബോൾഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബാക്കി മുടി മൊത്തം അടിച്ചു കളഞ്ഞതാണ്. അവരതിൽ നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല ലെഹങ്കയൊക്കെ അണിഞ്ഞ് എന്ത് മനോഹരിയാണ്, സൂപ്പർ ചിരിയായിട്ട്. മുടിയില്ലാതെ ഒരു സുന്ദരിയായ മുടിയില്ലാത്ത സ്ത്രീക്ക് ഇത്രയും സൗന്ദര്യമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയടോ. അത് കണ്ടപ്പോഴേ തോന്നി ഇന്ത്യൻ വംശജയായിരിക്കും. മറ്റൊന്നുമല്ല, ഈ പറയുന്ന നിഹാറിന് അലോപീഷ്യ എന്ന് പറയുന്ന ഒരു രോഗമാണ്. അപ്പം ചെറുപ്പത്തിൽ ഒരു 6 മാസം ജനിച്ചൊരു 6 months ഒക്കെ കഴിഞ്ഞിട്ടാണ് പേരൻസ് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടുപിടിച്ചത്. അതായത് ഫുൾ മുടി പോകുന്നതല്ല, ഒരു ഭാഗത്ത് നിന്ന് കുറച്ചധികം മുടികൾ കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു നേച്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഇവിടെ മുടിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ തൻ്റെ അയൽവാസികളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഇത് ഒരു പ്രശ്നമായിട്ട് തന്നെ തുടരാമെന്നുള്ള ബോധ്യം ഈ പറയുന്ന മാതാപിതാക്കൾക്കുള്ളത് കൊണ്ട് തന്നെ അവർ ഇന്ത്യയിൽ നിൽക്കുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ എന്ന് കരുതി അവരെവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും വിട്ട് UK-യിലേക്ക്, അല്ലേ, US-ലേക്ക് സ്ഥലം മാറി. അങ്ങനെ ആ കുട്ടിയുമായിട്ട് അവിടെയാണ് ജീവിച്ചു പോയത്. പക്ഷെ എന്നിരുന്നാലും പൊതുസമൂഹം, അതും ഇന്ത്യ ആയിക്കോട്ടെ US ആയിക്കോട്ടെ, എല്ലാം കണക്ക് തന്നെയാണ്. കാരണം അത്രയധികം ടോർച്ചറുകൾ അവളുടെ ചെറുപ്പം തൊട്ട്, ആ കുട്ടി വളരുന്നതനുസരിച്ച് അവരുടെ മാതാപിതാക്കളും ആ കുഞ്ഞല്ല, ആ കുട്ടി യുവതിയായപ്പോഴും ടീനിലായപ്പോഴും ഒക്കെയും ഈ ടോർച്ചറിങ് ആണ്. അതായത് മുടിയില്ല. കാരണം ഈ കുട്ടി വളരുന്നതനുസരിച്ച് അവൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിഗുകൾ മേടിക്കാനായി നെട്ടോട്ടം ഓടുകയായിരുന്നു അവളുടെ മാതാപിതാക്കൾ എന്നാണ് അവരൊരു വെച്ചാണ് സ്കൂളിൽ പോകുന്നത്. ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ നിഹാർ തന്നെ പറയുന്നുണ്ട്, ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരെങ്കിലും, എൻ്റെ പിന്നിലിരിക്കുന്ന ആരെങ്കിലും എൻ്റെ വിഗ് പൊക്കുമോ, എൻ്റെ വിഗ് വലിച്ചെടുക്കുമോ. കാരണം ആ ഒരു ടെൻഷനിലാണ് ഈ കുട്ടിയുടെ ചെറുപ്പകാലം യൗവനം മുഴുവൻ കടന്നത്. അങ്ങനെ അവളുടെ പഠനകാലം മുഴുവൻ അവൾക്കൊരു എന്താ പറയുക, ഒരു ദുൽസ്വപ്നമാണെന്ന് ആ കുട്ടിയെ തന്നെ ഒരു പോഡ്കാസ്റ്റിൽ ഇരുന്നവർ പറയുന്നുണ്ട്, നിഹാർ പറയുന്നുണ്ട്. കാരണം ഈ ക്ലാസ്സിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ ചെല്ലുമ്പോൾ ഏതെങ്കിലും കുട്ടി അറിയാതെങ്ങാനും മുടിയിൽ പുറകിലിരിക്കുന്ന ബാക്ക് ബെഞ്ചേഴ്സ് പിടിച്ച് വലിച്ചാൽ തൻ്റെ മാനം പോകും, അല്ലെങ്കിൽ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അത് ചെറുപ്പം തൊട്ടേ അതിൽ വളർന്നു വന്നിരുന്നു. പക്ഷേ പിന്നീട് അവൾക്ക് മനസ്സിലായി, ഈ ജനത്തെ പേടിച്ച് ഓടി അവൾക്ക് മതിയായി, അവളൊരു ധൈര്യശാലിയായി മാറി. അത് അവളുടെ മൊത്തത്തിൽ അവളെ തന്നെ അങ്ങ് തിരിച്ചു വെച്ച് കളഞ്ഞു. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, ആ മുടി മുഴുവൻ അങ്ങുമായിട്ട് ആ ഉള്ളതും കൂടെ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് അവളുടെ ആ ഐഡന്റിറ്റി അവൾ ധൈര്യപൂർവ്വം അങ്ങ് സ്വീകരിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ മുടി ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാമല്ലോ പൗർണമി. എനിക്ക് ഈ മുട്ടറ്റം വരെ മുടി ഉണ്ടായിരുന്ന ആളാണ്. നല്ല കാർക്കൂന്തൽ കറുകറുത്ത മുടിയായിരുന്നു. ഐ ജസ്റ്റ് അന്നോട്ടെ ഇത് മുടി പരിപാലിക്കാനും നിറച്ച് പേനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മുടി പണ്ടോട്ടെ എന്തോ എൻ്റെ ജനറ്റിക് അതായിരിക്കാം, എനിക്ക് ഇഷ്ടമല്ല മുടി. എൻ്റെ അമ്മയ്ക്കും എൻ്റെ കുഞ്ഞമ്മയ്ക്കും ഒക്കെ ഇഷ്ടംപോലെ മുടിയുള്ള ആളാണ്. പക്ഷേ എനിക്ക് മുടി ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ചെറുപ്പത്തിലെ തൊട്ട് എനിക്ക് ബോബ് കട്ട് ചെയ്യാനായിരുന്നു ആഗ്രഹം. പക്ഷേ എന്നെ ഒരിക്കലും എൻ്റെ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല മുടി മുറിക്കാനായിട്ട്. കാരണം അവർക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു മുടി. ഇന്നും എന്നെ കാണുന്ന പലരും തിരിച്ചറിയാറില്ല, അയ്യോ ഇത്രയും തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന രീതിയിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മുഖം തന്നെ മാറിപ്പോയെന്നാണ് അവർ പറയുന്നത്. നിനക്ക് ആ പഴയ അഴകായിരുന്നു, നീ ഒരു അഴകിയ ലൈലയായിരുന്നു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിൽ എനിക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് ഞാൻ ധൈര്യപൂർവ്വം ചെയ്ത ഈ ഒരു സംഭവത്തിൽ നിന്നാണ് എൻ്റെ ലൈഫിൻ്റെ റിയൽ ജേർണി സ്റ്റാർട്ട് ആവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കോൺഫിഡൻറ്റ് ലെവൽ എന്നെ അങ്ങേറ്റം 101% ആക്കിയത് എൻ്റെ മുടി ഹെയർ കട്ടിങ്ങിലൂടെയാണ്. കാരണം എൻ്റെ കല്യാണത്തിന് പോലും, അല്ലെങ്കിൽ കല്യാണ സമയത്ത് പോലും എൻ്റെ ബ്യൂട്ടീഷ്യൻ പോലും സമ്മതിച്ചിരുന്നില്ല ഇത്രയും നല്ല മുടി ശരിയോ വെട്ടണ്ട എന്നൊരു റിക്വസ്റ്റ്. ഞാൻ അപ്പോഴും എന്താണ് ഈ മുടിയിലുള്ളത്, എന്തിനാണ് ഈ മുടിയോട് ഇത്ര സോക്കോൾഡ്, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കണം. മിക്ക കല്യാണ ആലോചന സമയത്തും ബ്രോക്കർമാരായാലും ഈ പറയുന്ന അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചി ആയാലും ചേട്ടായാലും
അപ്പുറത്തൊരു പെങ്കൊച്ചുണ്ട് നല്ല മുടിയാടാ, അതെ, ആ അതെ, കൊച്ചിനെ ശരിയാ, ശരിയാ. ആലോചിച്ചോളൂ. അത് കാലാകാലങ്ങളായിട്ട് വരുന്ന ഒരു ടോക്ക്. അല്ല മുടിയില്ലാത്ത പെങ്കുഞ്ഞു സൗന്ദര്യമില്ല, എനിക്ക് എന്താ സൗന്ദര്യമില്ല. ഈവൻ നമ്മുടെ പഴയ സിനിമകൾ ശ്രദ്ധിച്ചാലും അതെ, നല്ല മുടിയുണ്ട്. ആ ഒരു സോക്കോൾഡ് കൺസെപ്റ്റിനെ അങ്ങ് അതെ. സ്ത്രീ സൗന്ദര്യം എന്ന് പ്രോത്സാഹിപ്പിച്ചു. പറഞ്ഞാൽ നമ്പർ 1 ഹെയർ, ലോങ് ഹെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പം മാറ്റി അവർ ഷോർട്ട് ആയാലും ഏത് പെൺകുട്ടികൾ എന്നെ പോലെ ധൈര്യമായിട്ട് ബോബ് കട്ട് അടിക്കും. അവർ മാക്സിമം പറഞ്ഞ തോളറ്റം ഇത്ര മുടി എത്ര സ്റ്റൈലിഷ് കളർ ചെയ്തെന്ന് പറഞ്ഞാലും തോള് വരെ അവർ മുടി വെട്ടുമായിരിക്കും. അതിൽ കൂടുതൽ അവർ ചെയ്യില്ല. ഇപ്പൊ തന്നെ പല വ്ളോഗേഴ്സിന്റെ കാര്യത്തിലും ഹസ്ബൻഡിനോട് സമ്മതം ചോദിക്കണം. ഹസ്ബൻഡിനെ അവിടെ ചോദിച്ചാൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല, ബാക്കി എല്ലാം സമ്മതിച്ചാലും മുടി വെട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്താ കാര്യം? അത് ഹസ്ബൻഡ് തന്നെ വേണമെന്നില്ല, പേരൻസ് ആണെങ്കിലും ഏറെക്കുറെ ഒരു പരിധിയിൽ. അതെ, എന്റെ പാരന്റ്സ് ഒന്നും, എന്റെ അമ്മയ്ക്കൊന്നും സ്വപ്നത്തിൽ ഞാൻ ചിന്തിക്കാത്ത ഒരു രൂപത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പക്ഷെ എന്റെ ലൈഫിൽ എന്തെങ്കിലും സക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ മുടി വെട്ടിയാൽ സക്സസ് ഉണ്ടാവുന്നല്ല, പക്ഷെ നമുക്ക് സോ കോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനം, സെൽഫ് കോൺഫിഡൻസ്. ഇപ്പം നമ്മളെ സ്നേഹിക്കാതെ ബാക്കിയുള്ളവർ സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ എന്നെ ഞാനാക്കുന്നത് എന്റെ തീരുമാനങ്ങൾ ശരിയാക്കുമ്പോഴാണല്ലോ. ഇപ്പൊ ശാരിക പറഞ്ഞ പോലെ ശാരികയെ സംബന്ധിച്ചിടത്തോളം ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു, മൊത്തത്തിൽ ഒരു സ്റ്റൈൽ ചേഞ്ച് ആയി, ചെയ്യുന്ന പ്രൊഫഷണലും അത് മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് എവിടെയും കയറി ചെല്ലാം എന്നുള്ളൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റാരെയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ പറയുന്ന നിഹാറിന്റെ കാര്യമാണേലും എത്ര സുന്ദരിയായിട്ട് അവർ ആ മുടിയില്ലായ്മയിൽ അല്ലെങ്കിൽ ആ മുടിയില്ലാത്ത നിഹാറിനെ കാണാൻ ശരിക്കും മുടി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ സൗന്ദര്യം പോകുമെന്ന് എനിക്ക് തോന്നിപ്പോയിരുന്നു. അതുപോലെ സുന്ദരമായ ചിരിയും സുന്ദരമായ മൂക്കും ആ വിടർന്ന അല്ലെങ്കിൽ ആ ഒരു നെറ്റിത്തടവും ഒക്കെ ബ്യൂട്ടിഫുൾ ആണ്. അത് പല കളറിലുള്ള പല തരത്തിലുള്ള വേഷങ്ങൾ അവർ അണിഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ. അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ മുടിയൊക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ഒരു നെറ്റിച്ചുട്ടി വെക്കുന്നു അല്ലെങ്കിൽ ഓർണമെന്റ്സ് അണിയുന്നു. പക്ഷെ ഈ പറയുന്ന സാധനങ്ങളിലെല്ലാം ഒരു കുറവ് മുടി മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കുറവും ഏറ്റവും മനോഹരമായിട്ടാണ് അവരിൽ അത് കാണാൻ സാധിക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിന്റെ ആ ഒരു അനാട്ടമി തന്നെ തിരുത്തി എഴുതിയിരിക്കുകയാണ് നെഹാർ എന്ന് പറഞ്ഞ സുന്ദരി. കാരണം അവർ വിവാഹം കഴിക്കുകയാണ്, വിവാഹത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചെറുക്കന് വളരെ സന്തോഷമാണ്, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ആ സീൻ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അവൾ ആ സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ആനന്ദാശ്രുകൾ പൊഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരും ഒരു ഓൺലൈനിൽ ഒരു ആപ്പിൽ പരിചയപ്പെട്ട്, ഫ്രണ്ട്ഷിപ്പ് ആപ്പിൽ പരിചയപ്പെട്ട് 4 വർഷത്തോളമായി പ്രണയത്തിൽ. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയും തുറന്ന ഹൃദയത്തോടു കൂടി അവളെ സ്വീകരിക്കാനുള്ള മനസ്സ് അയാൾ കാണിച്ചു. അവിടെ പ്രണയത്തിന് ഇതൊന്നും തടസ്സമല്ല. നല്ലൊരു വിവാഹ ജീവിതത്തിനോ അല്ലെങ്കിൽ നല്ലൊരു ബ്രൈഡ് ആവാനോ മുടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഒരു തടസ്സമല്ല. സ്നേഹവും ആ ഒരു വിശ്വാസവും ആ ഒരു ബോണ്ടുമാണ് ബന്ധങ്ങളെ നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന നമ്മുടെ നെഹാറിന്റെ വെഡിങ് സ്റ്റോറി. ശാരിക, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ഒരുപാട് ആളുകൾ കാണും ഇതുപോലെ മുടി വെട്ടാൻ ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൽ ഈ പറയുന്ന ആളുകളെല്ലാം ഒരു പ്രായപൂർത്തിയായ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞവരാണ്. തീർച്ചയായും അത് കല്യാണം കഴിഞ്ഞ പിന്നെ ഹസ്ബൻഡ് ആ വഴി പോട്ടേ എന്ന് വെക്കാം. പക്ഷെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ പോലും മുടി വെട്ടിക്കഴിഞ്ഞാൽ മുടി വെട്ടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആ ഒരു ചെറുതായിട്ട് അറ്റമെങ്കിലും അല്ലെങ്കിൽ തുമ്പെങ്കിലും ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ പരിഭ്രാന്തി. എനിക്കറിയുന്ന പേഴ്സണലി അറിയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെല്ലാം ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് നിന്ന് മാറുമ്പോഴെങ്കിലും, ഇപ്പൊ എൻ്റെ ഒരു കസിൻ ഉണ്ട്, എന്നോട് എപ്പോഴും പറയും, ചേച്ചി തുമ്പെങ്കിലും ഒന്ന് വെട്ടാൻ അമ്മയോട് ഒന്ന് പറയാം. ഞാനപ്പോൾ വളരെ കൂളായിട്ട് അതെന്താ മുടി എന്ന് പറയുന്ന സാധനം വളരുന്നതല്ല, അല്ലാതെ സ്റ്റോപ്പാവും. മുടിയും നഖവും നമ്മൾ എത്ര വെട്ടിക്കളഞ്ഞാലും വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രായോഗികതയോ ഒന്നും ഇല്ല. എന്നിരുന്നാലും എന്തേലും ആട്ടെ, പക്ഷെ നമ്മുടെ ഈ സോ കോൾഡ് ഇന്ത്യൻ കൾച്ചറിൽ ഈ മുടിക്ക് നൽകുന്ന പ്രാധാന്യം ഒരാളുടെ മനസ്സിലൂടെ നൽകി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലേ ശരിക? അതെ, കറക്റ്റാണ് പൗർണമി പറഞ്ഞത്. കാരണം ഈ മുടിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ മറ്റൊരു ആകാര ഭംഗിക്കോ ഒന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്തിനാണ് മുടി വെട്ടുന്നത്? തല വെട്ടുന്നതിനേക്കാളും ഈ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ മുടി വെട്ടിക്കളഞ്ഞാൽ. അല്ലെങ്കിൽ എത്ര പേരുടെ പെർമിഷൻ ചോദിക്കണം? പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് മുട്ടയടിക്കാം, ട്രിം അടിക്കാം, മുട്ടയടിക്കാം, സ്പൈക്ക് ചെയ്യുക, ഇതെല്ലാം ചെയ്യാം. പെൺകുട്ടികൾക്ക് പറ്റില്ല ഇതൊന്നും. പക്ഷേ അത് ഇന്നും അത് തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിഷമകരമായ ഘട്ടം. കാരണം എനിക്കറിയാം, എന്നോട് തന്നെ പേഴ്സണൽ ചേച്ചിയെ പോലെ മുടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ചേച്ചി, പക്ഷേ വീട്ടിൽ സമ്മതിക്കില്ല. എന്തിനാണ് സമ്മതിക്കാതിരിക്കുന്നത്? മുടി പറഞ്ഞാൽ പൗർണമി പറഞ്ഞ പോലെ വളരെ മുടിയും നഖമൊക്കെ വളരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ദേവി തങ്ങളുടെ ഫ്രീഡം ഒക്കെ കൊടുക്കുക. ഇതൊന്നും അല്ല ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക.